എമ്പുരാൻ എന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയോടുകൂടെ തന്നെ പ്രവർത്തിച്ചു വന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻ കമ്പനി. ഇന്ന് രാവിലെ തൊട്ട് വരുന്ന വാർത്തകൾ അനുസരിച്ച് എമ്പുരാൻ സിനിമയിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻ കമ്പനീനെ ഒഴിവാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ ലാൽ സലാം, വേട്ടയൻ, ഇന്ത്യൻ ടു, പിന്നെ ഈ വർഷം പുറത്തിറങ്ങിയ വിടാമൂർച്ചി, ഇത്തരം വലിയ വലിയ സ്റ്റാർസിന്റെ പടങ്ങൾ വരെ ലൈക്ക പ്രൊഡക്ഷൻ്റെ നിന്ന് വന്നതാണ്. പക്ഷേ ഈ സിനിമകളെല്ലാം തിയേറ്ററിൽ ഭയങ്കര വലിയൊരു പരാജയമായിരുന്നു. അതുകൊണ്ട് തന്നെ ലൈക്ക പ്രൊഡക്ഷൻ കമ്പനി ഇപ്പോൾ ഇത്തിരി നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. OTT റൈറ്റ്സ്, സാറ്റലൈറ്റ് റൈറ്റ്സ്, മ്യൂസിക് റൈറ്റ്സ്, തിയേറ്റർ ഷെയർ, ഇതിനൊക്കെ ഒരു വലിയ തുകയാണ് ആശീർവാദ് സിനിമാസിൽ നിന്ന് ലൈക്ക പ്രൊഡക്ഷൻ കമ്പനി മേടിക്കുന്നതെന്ന് ഒരു വാർത്തകൾ വന്നായിരുന്നു. അതിന്റെ ഒരു കാരണം കൊണ്ടാണ് ലൈക്കേനെ ആശീർവാദ് സിനിമാസ് ഒഴിവാക്കിയെന്നൊരു വാർത്തകൾ ഇന്ന് രാവിലെ തൊട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് സിനിമയുടെ റിലീസ് മാറ്റുമെന്ന് വരെ പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും അതിന് ചാൻസ് കുറവാണ്. കാരണം ചില വലിയ വലിയ പ്രൊഡക്ഷൻ കമ്പനിയായിട്ട് ആശീർവാദ് സിനിമാസ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. മരക്കാറിന് ശേഷം ബുക്ക് മൈ ഷോയിൽ 100K ഇൻട്രസ്റ്റ് നേടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ മലയാള സിനിമയാണ് എമ്പുരാൻ. ചിലപ്പോൾ അതിനിയും കൂടാൻ സാധ്യതയുണ്ട്. കേരളത്തിൽ ലിയോ ഇട്ട ഫസ്റ്റ് ഡബിൾ ജിറ്റ് കളക്ഷൻ എമ്പുരാൻ സിനിമയ്ക്ക് മറികടക്കാൻ പറ്റുമെന്നാണ് ഇപ്പോൾ ആരാധകർ ചോദിക്കുന്നത്. നമുക്ക് ടീസറും മറ്റ് അപ്ഡേറ്റുകളും കാണുമ്പോഴത്തേക്കും അതിനൊരു ഉറപ്പാണ് തരുന്നത്. കാരണം അതിനൊക്കെ ഡിസേർവ് ചെയ്യുന്ന ഒരു മേക്കിംഗ് ക്വാളിറ്റി ഈ സിനിമയ്ക്കുണ്ട്.